ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് മൺട്രോത്തുരുത്തിലാണ് ഗൈസ്. പൊന്നുവാവന്റെ അച്ഛനും അമ്മയും നമ്മൾ മൺട്രോത്തുരുത്തി കൊണ്ടുപോയി. മൺട്രോത്തുരുത്ത് വരാന്ന് വിചാരിച്ചു. അവള് ജനിച്ച ദിവസവും എല്ലാം ഒരുമിച്ച് വെള്ളത്തിന് നടുക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ടു മൺട്രോത്തുരുത്ത്. നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ കാണിച്ചു തരാം. പീലിക്കുട്ടനുണ്ട്, എന്റെ അമ്മയുണ്ട്, പൊന്നുവാവന്റെ അച്ഛനും അമ്മയും, പിന്നെ മോനൂസും ഉണ്ട്. അവർക്കൊരു ലോകം കൊടുക്കാം. പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ്, കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ഏത് പാട്ട്? പാട്ട് പാടാവോ? കാറ്റ്. ഓക്കെ, എനിക്ക് ആരെങ്കിലും കൂടെ പാടാൻ പറ്റും. പാടൂ പൊന്നുവാവാ. എടി നീയും പിടിക്കും. പീലിക്കുട്ടനും വാ. പീലി പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പോ. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു നീർക്കിളി പോലെ കാണാമത്തോണി പതുക്കെ ആലോലം പോകുന്നകലെ തോഴി നിൻ പുഞ്ചിരി നൽകിയ രോമാഞ്ചമായും മുമ്പേ നേരത്തെ സന്ധ്യമയങ്ങും നേരത്തെ പോരുകയില്ലേ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പോ. ഇവിടെ കൊറേ കോക്കനട്ട് ട്രീസ് ഉണ്ട്. ഇപ്പോഴാണ് ശരിക്കും കേരളത്തിൽ കോക്കനട്ട് ട്രീസോ. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴാണ് ഒരു കേരളത്തിൽ വന്ന വൈബ് അടിക്കുന്നത്. ചുറ്റിനും എവിടെ നോക്കിയാലും കോക്കനട്ട് ട്രീസ്. വാട്ട് കോക്കനട്ട് ഇസ് ദിസ്? ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ പേരാ വാട്ട് കോക്കനട്ട്. എന്റെ കൂട്ടുകാരിയുടെ ചേടാ ഒരു കൗണ്ടർ അടിച്ചപ്പോ എല്ലാ അതിക്രമങ്ങളും പോയി പെട്ടിട്ട് കാലും കൈ ഒടിഞ്ഞു വരലാണ് സ്ഥിരം പരിപാടി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. അച്ഛൻ തുടങ്ങി നമ്മൾ ബാക്കിലോട്ട് പോകും. ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് പോവാൻ തുടങ്ങും. അച്ഛനാണ് ഓട്ടിക്കുന്നത് വിചാരിച്ചാണ് തുഴയുന്നത്. ബാക്കിൽ അങ്കിൾ ഓരോന്ന് ട്രൈ ചെയ്യേ, ആന്റി കിടന്ന് ഊപ്പടി. അവരങ്ങനെയാണ്. മറ്റേ ഗോപനും മോളിയൊക്കെ കാണുന്നത്. കായലരികത്ത് അതിമനോഹരമായ വീട് നമുക്ക് കാണാം. പിന്നെ അവിടെ നമുക്കൊരു അമ്പലം കാണാം. അത് വീടാണോ? അത് ഒരു വീട്. വ്യൂവേഴ്സിനെ പറ്റിക്കുന്നോടി, പറ്റിച്ച് ജീവിക്കുന്നോ? കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഗൈസ്. ഇവിടെ ഒരു അതിമനോഹരമായ ഒരു വീട്. സൂര്യൻ എവിടെ? അവള് കാണിക്കാതിരിക്കുന്നില്ല, തല്ലിട്ടു നമുക്ക്. ചുവന്ന സിന്ദൂരം ഉദിച്ചു നിൽക്കുന്നത് പോലെ, ആകാശത്തെ പൊട്ടുപോലെ അതാ ഉദിച്ചു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പൊളി വ്യൂ ആണ് ഗൈസ്. ആക്ച്വലി ക്യാമറയിലൊന്നും അല്ലടി, നേരിട്ട് കാണണം. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് വലിയൊരു പണിയാണ്. നമ്മളുടെ അടുത്ത് പറഞ്ഞു ഈ മരത്തിന്റെ വേര് എവിടുന്നാ താഴേന്നല്ലേ വെള്ളത്തിന്റെ അടിയിന്ന് മേലെയാണോ? മേലേന്ന് താഴോട്ടോ? ഗായ്സ്, അത് ഭയങ്കരമായ വാർത്തയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് മുകളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത്. അതെങ്ങനെ? അത് മുകളിൽ നിന്ന് എങ്ങനെ തുടങ്ങി?
അല്ല മുകളിൽ ഒരു സ്റ്റാർട്ടിങ് വേണ്ടേ? തുടക്കം എവിടുന്ന് വന്നു? കണ്ടൽക്കാട്. കണ്ടൽ മരമാണ് ഈ കാണുന്നത്. ഇത് മുകളിൽ നിന്ന് എവിടുന്ന് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. മുകളിൽ നിന്ന് താഴേക്കാണ് ഞാൻ വരുന്നതെന്ന് അവർ പറയുന്നത്. നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയി. നമ്മളിത് എങ്ങനെ തുടങ്ങി എന്നുള്ള കണ്ടൽ പറയൂ. വേണ്ട, മനുഷ്യര് മോളിൽ പോണോ അല്ലേ? മമ്മി മോളിൽ പോണ്ടേ? ഇതിന്റെ ഈ തടിച്ച ഇതൊക്കെ വേരുകളാണ്. മോളിൽ പോവാ. ആ പോവാവേ. നമ്മളിതാ ഇപ്പൊ മോളിൽ കയറുവേ. ഇത് അവരിയ്ക്കുന്ന പോലെ ഇരിക്കുവേ. പൊന്നു വിട്ടിട്ട് മരം കയറി ഇനി വീടിന്റെ ഒരു മതിൽ കയറിയോ? എന്താ ലാസ്റ്റ് പറഞ്ഞു? വീടിന്റെ ഒരു മതിലും കൂടി പണ്ട് ചാടിപ്പിക്കുവായിരുന്നു. ഈ സച്ചോടിനും സായിക്കൂടനും കൂടി പഠിപ്പിച്ചു തരുമായിരുന്നു. അത് കുഴപ്പമില്ല. നമ്മള് ചാടുമായിരുന്നു. കോക്കാച്ചി ഒരു വലിയ പിച്ചിന്റെ വായിൽ നിറച്ച് പല്ലുള്ള പിച്ച് വന്ന് നിന്നെ തലയോടെ മൊത്തത്തിൽ എടുത്ത് കാടിച്ച് മുറിച്ച് സീന് ചോരപ്പുഴയാവും. പിന്നെ വീട് മതിയാ? നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടി പോവില്ല ഇപ്പൊ? ഐസ് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി പോകുമ്പോ അവിടെ പോയി വേണമെങ്കിൽ ഇരുന്നു. വേണ്ട. സെൽഫി എടുക്കാം, നമ്മളെല്ലാരും കിട്ടുമല്ലോ. നമ്മൾ പോകുന്നു. ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ പീപ്പിയും കാത്തു ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കാൻ നേരത്ത് കൊറേ വെള്ളം കണ്ടപ്പോ പീപ്പിയും കാത്തു എന്ത് ചെയ്തു? ഹായ് സൂപ്പർ വെള്ളാണല്ലോ പീപ്പി. അപ്പൊ പീപ്പി പറഞ്ഞു ഹായ് കാത്തു സൂപ്പർ വെള്ളമാണല്ലോ. അതായത് പീപ്പിയും കാത്തു കൂടി വെള്ളത്തിൽ ചാടി. ലാസ്റ്റ് പീപ്പിനെയും കാണുന്നില്ല, കാത്തുവിനെയും കാണുന്നില്ല. അതുകൊണ്ട് നമ്മള് വെള്ളത്തിൽ ചാടരുത്, ഫോണിൽ പീപ്പിനെയും കാത്തുവിനെയും കാണരുത്. പകരം നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഗൈസ് നമ്മളുടെ വെള്ളക്കാരൻ ഡ്രൈവർ അങ്കിളുടെ പേര് രമേശ് അങ്കിളാണ് ഗൈസ്. രമേശ് അങ്കിളാണ് ഗൈസ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത്. സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഒരു ഹായ് പറയൂ. എന്താണ് നിന്റെ അഭിപ്രായം? മൺട്രത്തുരത്തിലെ വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം മോനു? പറയൂ മോനു, പറയൂ. മോനുന് ഫിഷ് പിടിക്കാൻ തോന്നുന്നു. വലിയ പിച്ചിനെ പിടിച്ചു കൊടുക്കും. വളരെ വ്യക്തമായ ആഗ്രഹങ്ങൾ. വെള്ളത്തിലേക്ക് ചാടാൻ തോന്നുന്നു, പിടിക്കാൻ തോന്നുന്നു, നടി ഉണ്ടാക്കാൻ തോന്നുന്നു. ഒരു അടി കഴിഞ്ഞിട്ടായിരിക്കുന്ന ഇരിപ്പാണിത്. ചായ അടിക്കുന്നു. ബാക്കില് കായൽ. ഞാനിപ്പോ ഉള്ളത് തോണിയിൽ. പാറു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാരില്ല, നമുക്ക് അടുത്തോട്ടെ. നമ്മൾ മല കയറി ചിക്സിനെ കണ്ടു, കാട് കയറി ചിക്സിനെ കണ്ടു. ഇപ്പൊ നമ്മൾ പുഴ താണ്ടി ചിക്സിനെ കാണുന്നു. ചിക്സ് അറിയുന്നില്ലല്ലോ. അവിടെ 5-6 ചിക്സ് ഉണ്ട് ആ കണ്ടൽക്കാടിന്റെ ഇടയ്ക്ക്. ഇവരെന്തായി കാണിക്കുന്നേ? അറിയത്തില്ല, കയ്യിന്ന് പോയി. എന്തല്ലോ കാണിക്കുന്നു. അവര് റൈറ്റ് പറഞ്ഞാൽ റൈറ്റ് പോകും, നമ്മളാണെങ്കിൽ ബാക്കിലോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ വിവരം നന്നായിട്ട് കയാക്കിങ് ചെയ്യുന്നു. അവർക്ക് റൈറ്റ് പിടിക്കാൻ അറിയാം. ഈ വണ്ടി റൈറ്റ് പോകുന്ന പറയുമ്പോൾ റൈറ്റ് പോകുന്നുണ്ട്, ഇവര് ലെഫ്റ്റ് പോകുന്ന പറയുമ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. അവര് മുന്നോട്ടാണ് വരുന്നത്. ഏത് സൈസ് പ്രാന്തന്മാരെ ഇവിടെ കാണാം. ജീവിത സഫലമായി. പൊന്നുമാവയും പീലിക്കുട്ടനും ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? സന്തോഷ സൂചകമായി. എല്ലാത്തിനും തുടക്കം പത്രം അറിയൂ. മൊത്തം പാടിയ കോപ്പിറൈറ്റ് വീണാല് നമ്മള് പാടിയ എന്തായാലും പാട്ട് ഏതാണ് മനസ്സിലായത്? അമ്മ കൊച്ചിനെ ചീത്തയാക്ക.
വെയില് വന്ന് ഗൈസ്, വെയില് വന്നു തുടങ്ങി. നമ്മള് തിരിച്ചു പോവുകയാണോ? മുത്തമ്മന്റെ ഫോണിൽ പ്രത്യേകതരം ഒരു വൈബിലാണ് നമ്മൾ. കപ്പലണ്ടിയും പൊന്നുവാവയും കായലും കേക്ക് നല്ല ടേസ്റ്റ് എറിഞ്ഞു പിടിക്കാം. സോറി, തുപ്പൽ പോയി. വീഡിയോ കാണിക്കും. എറിഞ്ഞ് വായിലിട്. എന്താടി പറയാ, പൊട്ടൻ ലോട്ടറി അടിച്ചതൊക്കെ വായിലിട്ട് ചെക്കലത്തെ കാര്യമല്ല, ചെക്കൊക്കെ ഞങ്ങളങ്ങോട്ട് വീഡിയോ പിടിച്ച വീഡിയോ നിനക്ക് പ്രത്യേകതരം ഒരു ചാനലിൽ നിന്ന് കോപ്പിറൈറ്റ് വരുവേ. നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടരുന്നത്. നമ്മളെല്ലാരും ജാക്കറ്റൊക്കെ ഇട്ടു. എന്റെ മോനെ നമ്മൾ കുനിഞ്ഞ് തലയൊക്കെ താഴെ വെക്കണം. അതൊക്കെ മറ്റേ ആർമീന്റെ ഇതില് വെടിവെക്കാൻ പോകുന്ന പോലെ ഇല്ലേ? മരച്ചില്ലകളിൽ നിന്ന് കൈകൾ തട്ടി. കോപ്പിറൈറ്റ് എടുത്തില്ലേ? പേടിക്കണ്ടേ, ഒന്നും പേടിക്കണ്ടേ, ചത്തുപോവേ. എടി, ഈ അള്ളാ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയല്ല പറയാ. അല്ല, അല്ല, അല്ല. നിനക്കറിയാ? അല്ല, എനിക്കറിയത്തില്ലടി. എനിക്ക് എൻ്റെ 5-6 ബോയ് ഫ്രണ്ട്സ് മുസ്ലിം ആയിരുന്നു. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. ഓക്കെ, നമ്മൾ ബോട്ടിങ്ങിൽ പോയിട്ട് വന്നു ഗൈസ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മുട്ടക്കറിയുമാണ് ഗൈസ്. അല്ല, ബീഫ് കറി. അപ്പോൾ ബീഫ് കറിയുമാണ് ഗൈസ് നമ്മൾ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് പീലിക്കുട്ട? സൂപ്പറാ. ചായ ആർക്കെങ്കിലും വേണോ? എനിക്ക് വേണം. കരിമീൻ ഇവിടുത്തെ സ്പെഷ്യലാണ്. നല്ല സീനി കരിമീനാണ് ഗൈസ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇത് കരിമീൻ, ഇത് വേറെ മീനാണ്. ഇത് കരിമീനും ഇത് ഫിലോപ്പിയ. 2 മീനുണ്ടല്ലേ? എന്താ വെച്ചാ ഫിലോപ്പിയ? ഫിലോപ്പിയ ആൻഡ് കരിമീൻ. കരിമീൻ ആൻഡ് മോൻ. തനിക്ക് താഴെ അത്രയുള്ളൂ. കരിമീനെടുത്തോ? കരിമീനല്ല, ഫിലോപ്പിയ. നല്ല ജ്യൂസി കരിമീനാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഒരു ചായയും കൂടി സെറ്റായി. ഗൈസ്, നമ്മൾ രാവിലെ ഒരു അതിമനോഹരമായ തോണി യാത്രയിലായിരുന്നു. സൂര്യോദയം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെ, എന്ത് ടേസ്റ്റ് ആയിരുന്നു. എത്ര വലിയൊരു മീൻ നമ്മൾ അകത്താക്കിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മളുടെ വയറ്റിൽ ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല. കരിമീനും ഫിലോപ്പിയും.
കരിമീനും ഫിലോപ്പിയാണ് നമ്മൾ കഴിച്ചത്. ഇനി നമ്മൾ വീണ്ടും ഈ തോണിയിൽ കയറിയിട്ട് നമ്മൾ റിസോർട്ടിലോട്ട് പോകും. ഫ്ലാഷ് ബാക്ക്. അടിപൊളിയായിരുന്നു. കേക്ക് മുറിച്ചു, വയസ്സ് കൂടി. അങ്ങനെ നമ്മള് മൺട്രോത്തുരുത്ത് മാത്രം കേട്ടപ്പോൾ നല്ല സ്പെഷ്യൽ കരിക്ക് മേടിച്ചു. അപ്പൊ ആ കരിക്ക് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കള്ള് സോറി, കരിക്കല്ല കേട്ടോ, ശരിക്കുള്ള കള്ളാണ്. നമ്മൾ അവിടുന്ന് മേടിച്ചതാ. നമ്മള് താണ്ടേ ഫുള്ള് കുടിക്കൂല, ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്യും. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ കള്ളൊന്നും കുടിച്ചിട്ടില്ല പുള്ളിക്കാരി. സോ നമ്മളങ്ങനെ കുറച്ചൊന്നും എപ്പോഴും കുടിക്കലുണ്ടോ? ഇല്ല, നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മൾ സ്ഥിരം കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മൂക്ക് പൊത്തിയിട്ട് അങ്ങ് അടിക്കണം, കാരണം മണം കേട്ടിട്ട് പൊന്നുവാവായിട്ട് തുടങ്ങിക്കോളും. അന്ന് കുടിച്ച ടേസ്റ്റ് അല്ല, ഡിഫറെന്റ് ആണ്. മണത്തിനെ പോലെ അല്ല കേട്ടോ, കുറച്ചൊരു കരിക്കിന്റെ ഒക്കെ ഒരു രുചി വരുന്നുണ്ട്. ഒരു കരിക്കൻ ജ്യൂസിനകത്ത് കള്ളു അതേപോലെ ഫുൾ ഒറ്റ വലിയേ. അന്ന് കുടിച്ചൊരു ടേസ്റ്റ് അല്ലല്ലോ. പക്ഷെ കുടിച്ചു കഴിയുമ്പോൾ ഒരു സാധനം വരും. ഇനി കുറച്ച് നേരത്തേക്ക് ഒരു സാധനം കാണും. അടുത്ത പീലി കഴിച്ചിട്. കൊള്ളാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലത്തെ കുറച്ചും കൂടി ഒരു അന്ന് നമ്മള് ഇഷ്ടായി. അന്ന് കുടിച്ചത് കുറച്ച് നമ്മൾ എവിടെ പോയപ്പോഴാണ് വയനാട് പോയപ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് ട്രാജഡി ആയിരുന്നു. ഒറ്റ വലിക്ക് കുടിച്ചു പീലിക്കുട്ട അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കരിക്കിന്റെ ഒരു ഇതും വരുന്നുണ്ട്. കള്ളിന്ന് എടുത്തല്ലേ.